Hello friends, welcome back to our vlogs. നമ്മൾ ഇന്ന് വാഴപ്പിണ്ടി അഥവാ ബനാന സ്റ്റെമ്മിനെ എങ്ങനെയാണ് ഈസിയായി ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നതാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഴപ്പോളയിൽ നിന്ന് വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കെല്ലാം ഈ വാഴപ്പിണ്ടി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ വാഴപ്പോളകളെല്ലാം ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ ഫുഡായ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട ആ ബനാന സ്റ്റെമ്മിനെ എടുക്കണം. വാഴപ്പുഴ ഫുള്ളായി കളയണം. അങ്ങനെ എല്ലാം തൊലിച്ച് ലാസ്റ്റാണ് നമുക്ക് ആ വാഴപ്പിണ്ടി കിട്ടുക. അയൺ, വിറ്റാമിൻ B6, പൊട്ടാസ്യം, അതേമാതിരി ഒരു റിച്ച് ഫൈബർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ് ഈ വാഴപ്പിണ്ടി. ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ്. പോളയൊക്കെ അടർത്തി എടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഇത് കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള വാഴപ്പിണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലാണ് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഈ വാഴത്തണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്തിയുടെ പോർഷനിലൊക്കെ അതിൻ്റെ ഒരു നാര് വരും. അതെല്ലാം നമ്മളെടുത്ത് കളയണം, എടുത്ത് മാറ്റണം. കട്ട് ചെയ്യുമ്പോൾ തന്നെ പകുതിയിലധികം നാര്, അൺവാണ്ടഡ് ആയിട്ടുള്ള നാര് അതിൽ കുടുങ്ങിയിട്ടുണ്ടാവും. അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. സർക്കിളായി അരിഞ്ഞിട്ടുള്ള ഈ വാഴപ്പിണ്ടീനെ ഇനി കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ കുഞ്ഞു പീസായി അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഈ കത്തിയിൽ കുടുങ്ങിയിട്ടുള്ള അൺവാണ്ടഡ് നാരുകൾ ഉണ്ടാവും. അതിനെടുത്ത് മാറ്റണം. അങ്ങനെ എടുത്ത് മാറ്റുമ്പോഴാണ് നമ്മൾ ഇതിനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ല ഈസി ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചവയ്ക്കുമ്പോൾ ഒക്കെ ചണ്ടി മാതിരി വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഈ വരുന്ന അൺവാണ്ടഡ് നാരുകളിനൊക്കെ എടുത്ത് മാറ്റുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളത്തിലേക്ക് ഈ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക. അതൊരു 5-10 മിനിറ്റ് അവിടെ കിടന്നോട്ടെ. അതിലുള്ള വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ ആ വെള്ളത്തിൽ ഞങ്ങൾ അലിഞ്ഞ് പൊക്കോട്ടെ. ഇനി കൈ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ള വാഴപ്പിണ്ടി നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നാരുകൾ വരും. അതിനൊക്കെ എടുത്ത് മാറ്റുക. കണ്ടോ, ഇതുമാതിരി വരും. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതൊരു 2 ടൈംസ് കഴുകണം കേട്ടോ. ഞാൻ 2 ടൈംസ് കഴുകുന്നുണ്ട്. 2 ടൈംസ് കഴുകുക. ഇപ്പം നമ്മളുടെ വാഴപ്പിണ്ടി റെഡിയാക്കി കഴിഞ്ഞു. എങ്ങനെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഈ ഹെൽത്തി ഫുഡ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ കേട്ടോ. Thank you for watching my video. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.